ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇന്ന് ക്വിക്ക് ക്വിസിന്റെ പാർട്ട് 6 ആണ്. അപ്പൊ കൂടുതൽ ദീർഘിപ്പിക്കാതെ ചോദ്യങ്ങളിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ ചോദ്യം എന്റെ വക. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഒരു ഇലക്ഷൻ ചൂടെല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ റിസൾട്ടിന് വേണ്ടിയെല്ലാം നമ്മൾ കാത്തു നിൽക്കുന്ന ഒരു അവസരമാണ്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം. 1971 വർഷം ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ സമയം കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് മത്സരിക്കുന്നത്. അന്നത്തെ കൈപ്പത്തി ചിഹ്നമല്ല, അതാണ് ചോദ്യം. 1971 കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അന്നത്തെ അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം എന്തായിരുന്നു? ഇലക്ഷൻ സിംബൽ അല്ല, വേറൊരു സിംബൽ ആയിരുന്നു. ഏതാണ് ആ സിംബൽ? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇപ്പോഴാണ് കൈപ്പത്തിയൊക്കെ വന്നത്. രണ്ടാമത്തെ ചോദ്യം എന്റെ വക. ഇറ്റ്ഫോക്ക്, അത് കേരളത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയേറ്ററാണ്. നാടകത്തിനായി ബന്ധപ്പെട്ട ഒരു തിയേറ്ററാണ് ഇറ്റ്ഫോക്ക്. ഈ ഇറ്റ്ഫോക്ക് സാധാരണ കൂടാറുള്ളത് തൃശ്ശൂരാണ്. ഇത്തവണത്തെ ഇറ്റ്ഫോക്കിൽ ബൈ ബൈ ബൈപാസ് എന്നൊരു നാടകം പ്രദർശിപ്പിച്ചിരുന്നു. അവരുടെ ടീം കോട്ടയത്തൊക്കെ വന്നിരുന്നു. ഞങ്ങൾ കണ്ട നാടകമാണ് ബൈ ബൈ ബൈപാസ്. അടിപൊളി നാടകമാണ്. എന്നാൽ എന്റെ ചോദ്യം ഈ നാടകത്തിന്റെ ഡയറക്ടറിനെ കുറിച്ചാണ്. വളരെ ഫേമസ് ആയ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. പ്രായമൊന്നുമില്ലാത്തൊരു യുവാവാണ് ഈ ഡയറക്ടർ. യുവാവിന് പ്രായം ഉണ്ടാവൂ? പ്രായമില്ലാത്ത യുവാവ് എന്ന് പറയുന്നത് എനിക്ക് പ്രായമുണ്ടല്ലോ. അപ്പൊ നല്ലൊരു യുവാവാണ്, അടിപൊളിയാണ് ആ ഡയറക്ടർ. അതാരാണെന്നാണ് എന്റെ ചോദ്യം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. പ്രായമുള്ള ആള് ചോദിച്ചോളൂ. എന്റെ മൂന്നാമത്തെ ചോദ്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. എല്ലാ സന്തുഷ്ട കുടുംബവും ഒരുപോലെയാണ്. എന്നാൽ ഓരോ അസന്തുഷ്ട കുടുംബവും അവരുടേതായ രീതിയിൽ അസന്തുഷ്ടരാണ്. ഇത് ഒരു പുസ്തകത്തിന്റെ ആദ്യ വാചകമാണ്. തുടക്കം ഇങ്ങനെയാണ്: ഓരോ സന്തുഷ്ട കുടുംബവും ഒരുപോലെയാണ്, ഓരോ അസന്തുഷ്ട കുടുംബവും അതിൻ്റെതായ രീതിയിൽ അസന്തുഷ്ടരാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലോക ക്ലാസിക് തന്നെയാണ് ഈ പുസ്തകം. ഏതാണ് ബുക്ക് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. വളരെ ഫേമസ് ടാഗ് ലൈൻ, വളരെ ഫേമസ് ബുക്ക്, വളരെ ഫേമസ് എഴുത്തുകാരൻ. ഇപ്പൊ ആ ചോദ്യം ചോദിച്ചിരിക്കുന്നതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യുവാവ്. ഇനി നല്ല ഇലകളല്ല, ഇത് നല്ല ഇലകൾ. അതെ, വളരെ ബ്യൂട്ടിഫുൾ സീനറി. നമ്മളിപ്പം ഉള്ളത് കോടിമത ബോട്ട് ചെട്ടിയിലാണ്. നല്ല ഇലകൾ. ശ്രദ്ധിക്കൂ, നല്ല ഇലകളാണ് ഈ കാണുന്നത്. എന്താ ഇലകൾക്ക് എന്താണ്? ഇനി അടുത്ത ചോദ്യം. സാധാരണ ഒളിമ്പിക്സിന്, നമ്മളിപ്പോ സമ്മർ ഒളിമ്പിക്സിനൊക്കെ കാണുന്നതാണ് ഗോൾഡ്, സിൽവർ, ബ്രോൺസ്. ഈ 3 മെഡലുകളാണ് ജേതാക്കൾക്ക് കൊടുത്തിരുന്നത്. 2024 ഒളിമ്പിക്സ് ഒക്കെ കണ്ടപ്പോൾ നമ്മൾ അത് കണ്ടതാണ്. എന്നാൽ പണ്ടത്തെ ഒളിമ്പിക്സിൽ ഇതല്ല കൊടുത്തിരുന്നത്. പിന്നെ മെഡൽ അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും കൊടുത്തിരുന്നത്? അതെന്താണെന്നാണ് എന്റെ ചോദ്യം. ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വേൾഡ് ക്ലാസിക് നോളജബിൾ ആയിട്ടുള്ള ഒരു ക്ലൂ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്ന എല്ലാ വാചകങ്ങളും ശ്രദ്ധിച്ചാൽ അതിന് ഉത്തരം കിട്ടും. ഈസി, വെരി ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു ക്ലൂ കൂടെ കൊടുക്കണോ? വേണ്ട, ഇത് മതി. നമുക്ക് ബാക്കി കാര്യങ്ങള് ഉത്തരം പറയുമ്പോ പറയാം. എന്തെങ്കിലും പറയാനുണ്ടോ ഈ സ്ഥലത്തെ പറ്റിയല്ലോ? നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും? ഒന്നുമില്ല. ഓക്കെ, ഞാൻ എന്റെ അടുത്ത ചോദ്യം. എന്റെ ചോദ്യത്തെ കുറിച്ച് നല്ലൊരു ക്ലൂ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ പറയേണ്ടെന്ന് ഉത്തരം പറയാം. ക്ലൂ ഒന്ന് സൂചിപ്പിക്കണേ. എന്റെ അടുത്ത ചോദ്യം. അമേരിക്കയിൽ എണ്ണ വ്യാപാരമൊക്കെ തുടങ്ങുന്ന സമയം, അപ്പം അക്കാലത്ത് എണ്ണയെല്ലാം ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നത് തടി വീപ്പകളിലാണ്. ബാരൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതില് 42 ഗാലനോളം എണ്ണ സൂക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ബാരൽസ് ഒക്കെ ഉണ്ടായിരുന്നു. 42 ഗാലൻ. അപ്പം അത്തരം ബാരൽസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പം പൈപ്പ് ലൈനിലൂടെയും ഒക്കെ ഈ എണ്ണ വ്യാപാരം നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ആ യൂണിറ്റ് അറിയപ്പെടുന്നത് ബാരലിൽ തന്നെയാണ്. ചോദ്യം ഇതാണ്: ഒരു ബാരൽ എത്ര ലിറ്റർ ആണ്? ബാരൽ എന്ന് പറയുന്ന അളവ് എത്ര ലിറ്റർ ആണ്? ഒരു ബാരൽ എത്ര ലിറ്റർ ആണ്? യെസ്, ഒരു കാര്യം ആലോചിക്കണം. ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണെന്നൊക്കെ അറിയാലോ. അമേരിക്ക ഇറാൻ യുദ്ധം നടക്കുന്നു. ഹോർമൂസ് സ്ട്രെയിറ്റ് അടച്ചിട്ടിരിക്കുന്നത്. അത് എപ്പോൾ തുറക്കും? അങ്ങനെ ഒരുപാട് വിവാദങ്ങളും പ്രശ്നവും യുദ്ധ സാഹചര്യവും നടക്കുന്ന അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിന്റെ പ്രസക്തിയും കൂടുതലാണ്. ഡബിൾ ബാരൽ എത്രയാണെന്ന് നോക്കാം. ഡബിൾ ബാരലോ? സോറി, ബാരൽ. ഒരു ബാരൽ എത്ര ലിറ്റർ? അതാണ് ക്വസ്റ്റ്യൻ. ഇനി എന്റെ അടുത്ത ചോദ്യം. അയ്യോ, ആ സ്ഥലത്തിന് പേര്
നീ ചോദിച്ചോ? ഞാൻ മറന്നുപോയി. ഹുസൈനി വാല. ഹുസൈനി വാല. അപ്പോ നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി. ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിച്ചു. ഏത് നദിയായിരുന്നടാ? സത്ലജ്. സത്ലജ്. എന്തിന് കൊള്ളാം നിഷാൻ, ഇതിപ്പോ ഞാൻ ചോദിക്കണമല്ലോ. സത്ലജ് നദിയുടെ തീരത്തുള്ള ഹുസൈനി വാല എന്നൊരു സ്ഥലം പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു. ഇന്ത്യയുടെ കയ്യില് ഞാൻ ഒന്നുകൂടി ആ ചോദ്യം ചോദിക്കണേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹുസൈനി വാല എന്നൊരു നഗരം. ഞാൻ പറയാം. ഹുസൈനി വാല എന്നൊരു നഗരം സത്ലജ് നദിയുടെ തീരത്തായിട്ടാണ് ഈ ഹുസൈനി വാല സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ വിഭജനമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഹുസൈനി വാല പാകിസ്ഥാനിലോട്ട് മാറി. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞ് 1961 ഇന്ത്യയുടെ 12 ഗ്രാമങ്ങൾ കൊടുത്ത് ഹുസൈനി വാല എന്നീ സ്ഥലത്തെ തിരിച്ചെടുത്തു. എന്തിന് 12 ഗ്രാമങ്ങൾ കൊടുത്ത് ഈ കൊച്ചു നഗരം അവരെടുത്തു? അപ്പൊ ആ ഹുസൈനി വാല എന്ന പ്രദേശത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് ഉത്തരം. എടോ എങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ക്ലൂ കൊടുത്തോട്ടെ. ഇന്നലെ ജാലിയൻവാലാ ബാഗ് ഡേ ആയിരുന്നു. ജാലിയൻവാലാ ബാഗ് പഞ്ചാബിലാട്ടോ. ക്ലൂ കൊടുക്കാൻ എന്തോ ഒരു എങ്കിലും എന്റെ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ക്വിക്ക് ചോദ്യമാണ് അല്ലേ? അതെ. അപ്പൊ എന്റെ ചോദ്യം, കൊട്ടാരക്കര തമ്പുരാന്റെ കൊട്ടാരത്തിൽ ഒരു കല്യാണം നടക്കുകയാണ്. ആ കല്യാണം ഗംഭീരമാക്കാൻ അദ്ദേഹം കൃഷ്ണനാട്ടം അവതരിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു. കൃഷ്ണനാട്ടം. അന്ന് കോഴിക്കോട് മാനവേദൻ രാജാവ്, അദ്ദേഹമാണ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പോൾ കൊട്ടാരക്കര തമ്പുരാൻ അദ്ദേഹത്തിന് ഒരു കത്തയച്ചു. ആ കോഴിക്കോട് മാനവേദൻ രാജാവ് ഒരു സംഘത്തെ കൃഷ്ണനാട്ടം അവതരിപ്പിക്കാൻ അയക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ മാനവേദൻ രാജാവ് അദ്ദേഹത്തെ അങ്ങ് പരിഹസിച്ചു വിട്ടു. കൊട്ടാരക്കര രാജ്യത്തുള്ളവർക്ക് കൃഷ്ണനാട്ടം മനസ്സിലാക്കാനോ ആ ഒരു കലാരൂപത്തെ ആസ്വദിക്കാനോ ഉള്ള കഴിവോ ബുദ്ധിയോ ശേഷിയോ ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ അങ്ങ് പരിഹസിച്ചു വിട്ടു. കൊട്ടാരക്കര തമ്പുരാന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ആ ഒരു പരിഹാസത്തിന് മറുപടിയായി ചെയ്തത് രാമന്റെ രാമകഥ 8 ഭാഗങ്ങളായി അവതരിപ്പിക്കുന്ന പുതിയൊരു കലാരൂപം അങ്ങ് സൃഷ്ടിച്ചു. രാമായണം 8 ഭാഗമായി അവതരിപ്പിക്കുന്ന ഒരു പുതിയ കലാരൂപം. ആ കലാരൂപം ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതെ, വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കൊട്ടാരക്കര തമ്പുരാൻ സൃഷ്ടിച്ച അദ്ദേഹം ഏത് കലാരൂപത്തിന്റെ ഉപജ്ഞാതാവാണ്? ഉത്തരവുള്ളൂ. നമ്മളപ്പം 7 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. എങ്കിൽ ആദ്യത്തെ ചോദ്യം എന്റെ ആയിരുന്നല്ലേ ചോദ്യം? ആദ്യത്തെ ചോദ്യം 1971 കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടി സിമ്പൽ ഏതെന്നായിരുന്നു? അത് പറഞ്ഞു. പശുവും പശുക്കിടാവും. അയ്യോ എന്റെ മൈക്ക്. പശുവും പശുക്കിടാവും തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. പിന്നീടാണ് അവര് കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നമൊക്കെ സ്വീകരിക്കുന്നത്. അതിന് പിന്നിലുമൊക്കെ ഒരു കഥയുണ്ട്. അത് വേറെ ഒരു ക്വിസ് വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അതിനൊരു പ്രത്യേക കഥയുണ്ട്. അപ്പം അന്ന് അവർ തിരഞ്ഞെടുത്തിരുന്ന സിമ്പൽ പശുവും പശുക്കിടാവും. പിന്നീടാണ് കൈപ്പത്തി സിമ്പലൊക്കെ വരുന്നത്. പിന്നെ ബാക്കിയുള്ള പാർട്ടികളുടെ സിമ്പലൊക്കെ നോക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പം നിലനിൽക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടി സിമ്പൽ അല്ലെങ്കിൽ സിമ്പൽ ഉള്ളത് ഏത് പാർട്ടിക്കാണെന്ന് അറിയുമോ? CPIക്കാണ്. അവരുടെ അരിവാളും നെൽക്കതിരുമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും പഴക്കം ചെന്ന സിമ്പൽ. ആ ഒരു ബോട്ട് പോകുന്ന വേണമെങ്കിൽ വീഡിയോയിൽ പകർത്താം. എങ്കിലും നിഷാൻ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു. അടുത്ത ചോദ്യം നമ്മുടെ ബൈ ബൈ ബൈപ്പാസിന്റെ ഡയറക്ടറിന്റെ പേരായിരുന്നു. പേര് റോഷൻ മാത്യു. റോഷൻ മാത്യൂസ് കേട്ടിട്ടുള്ള പേരായിരിക്കും. നിരവധി സിനിമകളിൽ വന്നിട്ടുള്ള ഒരു ഫേമസ് റോന്ത് അങ്ങനെ ഇപ്പം പറഞ്ഞു തീർത്തോട്ടെ. ഓക്കെ, താങ്ക്സ്. അപ്പോ അങ്ങനെ നിരവധി സിനിമകളിൽ വന്നിട്ടുള്ള ഒരു ഫേമസ് ആയ ആക്ടറും കൂടെയാണ് റോഷൻ മാത്യു. ബൈ ബൈ ബൈപ്പാസിന്റെ ഒരുപാട് കിടിലനായിട്ടുള്ള ഒരു നാടകത്തിന്റെ ഡയറക്ടറും കൂടെയായ അദ്ദേഹം അടിപൊളിയാണ്. ഞങ്ങളും ഈ കോട്ടയത്ത് അവര് ബൈ ബൈ ബൈപ്പാസിന്റെ നാടകം അവതരിപ്പിച്ചു. നമ്മൾ നേരത്തെ എന്ന് കണ്ടു. അന്ന് റോഷൻ മാത്യു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവര് ഇതിനെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്ത് നല്ലൊരു അനുഭവമായിരുന്നു അന്ന്. അപ്പം ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് റോഷൻ മാത്യൂസ്. റോഷൻ മാത്യു ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്താ നമുക്ക് എല്ലാവർക്കും ഒരു ഗിവ് അവേ തരും. അതിലെ പാട്ടും കൂടെ അവരുടെ ഒരു തീം സോങ് അല്ലേ? പാടിക്കോ, നീ തുടങ്ങിക്കോ. ഈ പെരുത്ത ഭൂമിന്റെ
ഉള്ളിൻ്റെ ഉള്ളില് ഒരു ചെറിയ ഭൂമിയുണ്ട്, ഒരു ചെറിയ ഭൂമിയുണ്ട്. ആ ചെറിയ ഭൂമിയിലെ ഇത്തിരി പോന്ന മനുഷ്യന്മാർ വേഷം കെട്ടി വാക്ക് പറഞ്ഞ് നടിച്ചു കാട്ടുന്നു, വേഷം നടിച്ചു കാട്ടുന്നു. ഈ ഭൂമിയുടെ പേരാട് നാടകം, ഈ ഭൂമിയുടെ പേരാട് നാടകം. പാടിയ കുളമാകും. ഓക്കെ, അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യം എന്റെ ആ ഒരു പ്രശസ്തമായ തുടക്കവാചകമായിരുന്നു. എല്ലാ സന്തുഷ്ട കുടുംബവും ഒരുപോലെയാണ്, ഓരോ അസന്തുഷ്ട കുടുംബവും അതിൻ്റെതായ രീതിയിൽ അസന്തുഷ്ടരാണ്. അത് ലിയോ ടോൾസ്റ്റോയുടെ അന്ന കരീന എന്ന ബുക്കിന്റെ ഫസ്റ്റ് വാക്കുകളാണ്. സോറി, എനിക്ക് പണ്ട് പറ്റിക്കൊണ്ടിരുന്ന ഒരു അബദ്ധമായിരുന്നു കേട്ടോ. അപ്പൊ അത് മാറിപ്പോയില്ല. അന്ന കരീന ആണ് ബുക്ക്. ലിയോ ടോൾസ്റ്റോയ് ഫേമസ് ആയിട്ടുള്ള റൈറ്റർ, അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും അടുത്ത ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് യുദ്ധവും സമാധാനവും, വാർ ആൻഡ് പീസ്. ആ ഒരു സാഹചര്യത്തിലൊക്കെ നെപ്പോളിയന്റെ അധിനിവേശവും ഒക്കെ ബന്ധപ്പെട്ട കഥയാണ് യുദ്ധവും സമാധാനത്തിലും പറയുന്നത്. ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം അന്ന കരീന, ലിയോ ടോൾസ്റ്റോയ് റൈറ്റർ. ഓക്കെ, ഇനി എന്റെ അടുത്ത ചോദ്യം ഗോൾഡ് മെഡൽ, സിൽവർ മെഡൽ, ബ്രോൺസ് മെഡൽ ഇതിനൊക്കെ പകരം ഒളിമ്പിക്സിൽ പണ്ട് കൊടുത്തിരുന്നു, ഞാൻ ചുമ്മാ ഒളിമ്പിക്സിൽ പണ്ട് കൊടുത്തിരുന്ന സമ്മാനം എന്ത് എന്നായിരുന്നു? നിങ്ങൾ ഓർത്തു വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇല എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ നേരത്തെ ഒരു ക്ലൂവും കൂടെ പറയാൻ തന്നല്ലേ. അപ്പോ ഓം ശാന്തി ഓശാന, ഓം ശാന്തി ഓശാനയുമായി ഇതിന് നല്ല ബന്ധമുണ്ട്. ഓശാന വെറുതെ പറഞ്ഞാ പോരായിരുന്നു. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോ അതിന്റെ ഉത്തരം ഒലിവിലകളാണ്. അത് ഇലകളാണ്. പിന്നെ ഓശാന ഒലിവിലകളാണോ? ഒലിവില, 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 ഒലിവില കൊണ്ടുള്ള ഒലിവില കൊണ്ടുള്ള കിരീടം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒലിവില തന്നെ അതുകൊണ്ടുള്ള കിരീടം. ആസ്ട്രിക്സ് ഇല്ലേ, അതിൽ ഒലിവില മാത്രമേ ഉള്ളൂ, കിരീടം ഇല്ല. അപ്പൊ ഒലിവില കൊണ്ടുള്ള കിരീടമാണ്, ഒലിവില കൊണ്ടുള്ള കിരീടമാണ്. പിന്നെ ഓം ശാന്തി ഓശാന, ഓശാന എന്നു ഓശാന നായർ. അന്ന് മറ്റേ ഒലിവില ഉണ്ടല്ലോ. മതി പ്ലീസ്, ഞാൻ പോവാ. ഇനി എന്റെ അടുത്ത ചോദ്യം, ബാക്കിയുള്ള വിശദീകരണം ഒന്നും പറയുന്നില്ല. ഒരു ബാരൽ എത്ര ലിറ്റർ ആണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. അത് 158.987 ലിറ്റർ ആയിരുന്നു. നമുക്കത് 158, അപ്പൊ നമുക്കൊരു റൗണ്ട് അബൌട്ട് ചെയ്ത് 159 എന്ന് പറയാം. നിന്റെ അടുത്ത ചോദ്യം, സ്ഥലത്തിന്റെ പേര് ഹുസൈനിവാല. ഹുസൈനിവാല എന്തിനാണ് 12 ഗ്രാമങ്ങൾ കൊടുത്ത് ഹുസൈനിവാല എന്ന നഗരത്തെ നമ്മുടെ ഇന്ത്യ മേടിച്ചത് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന്? അതിന്റെ ഉത്തരം, അവിടെയാണ് ഭഗത് സിംഗിന്റെയും കൂട്ടരുടെയും സമാധി സ്ഥലം ഉള്ളത്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, പിന്നെ ബടുകേശ്വർ ദത്ത്. ഇത്രയും പേരുടെ ശവകുടീരമാണ് ഇവിടെ ഹുസൈനാബാദിലുള്ളത്. ഹുസൈനിവാല. സോറി, ഹുസൈനിവാല പഠിച്ചില്ല പേര്. അവള് വിരിച്ചിരിക്കുന്നത് ഭഗത് സിംഗും കൂട്ടരുടെയും സമാധി സ്ഥലം. അവസാനത്തെ ക്വസ്റ്റ്യൻ, കൊട്ടാരക്കര രാജാവ് ഏത് കലാരൂപത്തിന്റെ ഉപജ്ഞാതാവാണ്? അത് നമ്മൾ പറഞ്ഞിരുന്നു, രാമകഥയാണ് 8 ഭാഗങ്ങളായി അവതരിപ്പിക്കുന്നത്. സോ രാമനാട്ടം. അതെ, രാമനാട്ടവും കൃഷ്ണനാട്ടവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഥകളി ഉണ്ടായത്. അതെ, കഥകളിയുടെ രൂപീകരണത്തിന് കാരണമായതും ഈ 2 കലാരൂപങ്ങളുടെ മെർജിങ് ആണ്. അപ്പൊ രാമനാട്ടമാണ് കൊട്ടാരക്കര തമ്പുരാൻ തുടങ്ങിയ കലാരൂപം. നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും അവസാനിച്ച് അതിന്റെ ഉത്തരങ്ങളും കഴിഞ്ഞു. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. സ്നേഹപൂർവ്വം നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ജോയിൻ ചെയ്യാനും മറക്കണ്ട. അതെ, പിന്നെ ചാനൽ ഹൈപ്പ് ചെയ്യാനുള്ള അവസരവും ഉണ്ട്, അതുകൊണ്ട് ഹൈപ്പും ചെയ്യുക. അപ്പം പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്തിൽ നിന്നും കോടിമത ബോട്ട് ജെട്ടിയിൽ നിന്നും നിശാനും പാത്തുവിനുമൊപ്പം